നമുക്ക് തോന്നിപ്പോകും. സോ അത്രയധികം ഫീച്ചേഴ്സോടെയാണ് ഈ ഒരു MPV സെഗ്മെൻറ്റിലെ. ഇത് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. നമ്മൾ ബേസ് മോഡൽ എടുത്താലും ഈ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള സ്പോയിലർ ലഭിക്കുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. നല്ല സ്പേഷ്യസ് ഉള്ള ഒരു തേർഡ് റോ, അത്യാവശ്യം ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് കാരണം അത്യാവശ്യം മൈലേജും നമുക്കിത് ലഭിക്കുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ പേ എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് പേര് യൂസ് ചെയ്ത് നല്ല അഭിപ്രായം തരുന്ന ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കി. സോ ഇന്നത്തെ ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് മാരുതി സുസുക്കിൻ്റെ ഒരു MPV സെഗ്മെൻറ്റ് വെഹിക്കിളാണ്. ഒരു 7 സീറ്റർ വെഹിക്കിൾ. യെസ്, ഇറ്റ്സ് മാരുതി സുസുക്കി എർട്ടിഗ VXi വേരിയൻ്റ് ആണ്. ഒരു VXi വേരിയൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണ്. സോ നമ്മളത് കൊടുക്കുന്ന പ്രൈസിന് വേർത്തായിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് ഈ ഒരു VXi വേരിയൻറ്റ്. സോ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു എർട്ടിഗ VXi വേരിയൻറ്റ്. സോ വെൽക്കം ടു അവർ ചാനൽ എർട്ടിഗ VXi വേരിയൻറ്റ്. സോ നമ്മൾ ഒറ്റ നോട്ടിൽ കണ്ടതൊരു VXi വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണോ നമുക്ക് തോന്നിപ്പോകും. സോ അത്രയധികം ഫീച്ചേഴ്സോടെയാണ് ഈ ഒരു MPV സെഗ്മെൻറ്റിലെ എർട്ടിഗ എന്ന വെഹിക്കിൾ വന്നിട്ടുള്ളത്. കണ്ടോ, ഫുള്ളി ഒരു വൈറ്റ് കളറിലാണ്. കൂടുതൽ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഒരു വൈറ്റ് കളർ. സോ അതാണ് നമ്മളിന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സ്ട്രൈറ്റ് ദ ഫ്രണ്ട് പ്രൊഫൈൽ കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഫുള്ളി ഒരു ക്രോം പ്ലേറ്റിംഗ് കൂടെ വരുന്നത് ഗ്രിൽ യൂണിറ്റ് ആണ് ഈ ഒരു എർട്ടിഗക്ക് വന്നുള്ളത്. സുസുക്കിയുടെ വലിയ ലോഗോ കാണാൻ സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഗ്രിൽ യൂണിറ്റ് വന്നുള്ളത്. അത് നമുക്ക് ഇവിടെയും ഒരു ക്രോം പ്ലേറ്റിംഗ് കാണാൻ സാധിക്കും. അത് അപ്പറിലും നമുക്കൊരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരെ ഹെഡ്ലൈറ്റിൽ പോകുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് ഹാലജൻ ലാംപ്സ് ആണ് ഈ ഒരു ഹെഡ്ലൈറ്റ് വന്നുള്ളത്. സോ നമുക്കിവിടെ ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. താഴെ ഫോഗ് ലാമ്പ് ഹൗസിങ് കൊടുത്തിട്ടുണ്ട്. ഫോഗ് ലാമ്പ് ടോപ്പ് എൻ്റെ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളൂ. സോ നമുക്കിത് ആക്സറീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഷോറൂമിൽ നമുക്ക് ഇൻബിൽഡ് ആക്സറീസ് വരുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. നമുക്ക് ആ ഒരു ഹുഡിലും ഒരുപാട് ക്യാരക്ടർ ലൈൻസും കാണാൻ സാധിക്കും. ശരിക്കും ഒരു ഹുഡ്, ഒരു സ്മോൾ ഹുഡാണ്, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സ്മോൾ ഹുഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നത്. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലിട്ട് പോകുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ഫുൾ ഓപ്ഷൻ ഏത് പേരാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിലൊരു സ്റ്റീൽ വീൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലൊരു 15 ഇഞ്ച് വീൽസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുള്ളത്. നമുക്ക് വീൽ കപ്സ് ആക്സറീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇൻബിൽഡ് നമുക്ക് ആക്സറീസ് വരുന്നുണ്ട്. ഇതാണ് സൈഡ് വ്യൂ മിറർ എന്നുള്ളത്. അതിൽ 10 ഇൻഡിക്കേറ്റേഴ്സും കാണാനായിട്ട് സാധിക്കും. ഫുള്ളി ഒരു വൈറ്റ് ഫിനിഷിലാണ് ഇതിലൊരു മിറർ ക്യാപ്പും കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ നമുക്ക് ധാരാളം ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതുവരെ വരുന്നൊരു ക്യാരക്ടർ ലൈൻസാണ് ഒരു എർട്ടിഗയുടെ സൈഡ് പ്രൊഫൈൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. നമുക്ക് 7 സീറ്റർ ആയാലും ബാക്കിൽ CP കാണാൻ സാധിക്കും. അവിടെ നിന്നുള്ള വിഷ്വലും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ചെയ്തിരിക്കുന്ന വിഷ്വൽസാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കവിടെ ഒരു ആൻറ്റിനി കൊടുത്തിട്ടുണ്ട്. വാവ്. അപ്പോൾ ഇതാണ് ഓവറോൾ എർട്ടിഗയുടെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ബാക്ക് പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ എർട്ടിഗയുടെ ഏറ്റവും പുതിയ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. കണ്ടോ, ടെയിൽ ലാംപ്സ്, ഒരു ഷേപ്ഡ് ടെയിൽ ലാംപ്സാണ് ഈ ഒരു എർട്ടിഗ വന്നുള്ളത്. താഴെ നമുക്ക് എർട്ടിഗ എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പാർക്ക് സെൻസേഴ്സും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡിഫ്യൂസർ പോർഷൻ ഉണ്ടോ, ഭയങ്കര സ്പോർട്ടി അപ്പിയർ ലഭിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ബാക്ക് ഡിഫ്യൂസർ പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ബമ്പർ പോർഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് എൻജിൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിനൊരു ബാഡ്ജ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. റിയർ വിൻഷീൽഡിൽ വൈപ്പേഴ്സോ ഡിഫോക്കർ ലൈൻസും ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടില്ല. ബാക്കിൽ ഇൻബിൽഡ് സ്പോയിലേഴ്സ് വരുന്നുണ്ട്. അതിലൊരു ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. നമ്മൾ ബേസ് മോഡൽ എടുത്താലും ഈ ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള സ്പോയിലർ ലഭിക്കുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഈ ഒരു മാരുതി സുസുക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ജസ്റ്റ് കണ്ടു നോക്കാം. അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ വീൽ കപ്പ് ആക്സസറി കിട്ടുന്ന പറയല്ലേ, അത് ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് വീൽ കപ്സ് നമുക്ക് വരുന്നത്. സോ നമുക്കിത് സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ലിവർ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ആ സീറ്റ് ഉണ്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അല്ല, ഈ സീറ്റും ഫോൾഡ് ചെയ്യാം. അത് 60/40 സ്പ്ലിറ്റഡ് സീറ്റും കൂടിയാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ വന്നുള്ളത്. സോ നമുക്ക് നേരെ ജസ്റ്റ് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ റിക്ലൈൻ ചെയ്യാനും സാധിക്കും. ഭയങ്കര ഈസി മെത്തേഡാണ് ഒരു എർട്ടിഗയിൽ വന്നിട്ടുള്ളത്. സോ നമുക്കിത് നേരെ ക്ലോസ് ചെയ്യാം. മാനുവലി ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു എർട്ടിഗ വന്നുള്ളത്. സോ ഇതാണ് എർട്ടിഗയുടെ എക്സ്റ്റീരിയർ വരുന്നത്. സോ നമുക്ക് നേരെ ഇതിൻ്റെ സെക്കൻഡ് റോ ഒന്ന് കണ്ടു തുടങ്ങാം. സോ ഈ ഒരു MPV സെഗ്മെൻറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു സെക്കൻഡ് റോയിലെ കംഫർട്ട്. ജസ്റ്റ് നോക്കിയിട്ട് വരാം.
ഫസ്റ്റ് നമുക്ക് ഡോർ പാഡ് ഒരു സിംഗിൾ ടോണിലാണ് ഡോർ പാഡ് വന്നുള്ളത്. പവർ വിൻഡോ കൺട്രോൾ അതുപോലെ ലോക്കും അൺലോക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റ് വെക്കാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു വാട്ടർഫുൾ ഹോൾഡറാണ് ഇവിടെ കൊടുത്തുള്ളത്. സോ ഞാൻ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ലെഗ് റൂം അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം ലഭിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് റിയർ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോളിങ് യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 C-പോർട്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതിനൊരു ബെസ്റ്റ് ലൈക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ ഒരു മാരുതി സുസുക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഇതാണ് ഇതിൻ്റെ സീറ്റിങ്. കാരണം അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സ് കൊടുത്തിട്ടുള്ളൂ. തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ആയ കാരണം നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ ഒരു സെക്കൻഡ് റോയിൽ കണ്ടോ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 60/40 സ്പ്ലിറ്റഡ് സീറ്റ് കേട്ടോ. അവിടെ 14 ഇവിടെ 16 സീറ്റ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനൊരു പ്ലസ് ലൈക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇതിൻ്റെ തേർഡ് റോ ജസ്റ്റ് കണ്ടിട്ട് വരാം. അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ തേർഡ് റോയിൽ കയറാൻ. കൂടുതലും കുട്ടികൾക്ക് വേണ്ടി മാത്രം ബിൽഡ് ചെയ്ത സീറ്റിനാണ് ഇതിൻ്റെ തേർഡ് റോ എന്ന് വിളിക്കാൻ പറ്റുന്നത്. കണ്ടോ അത്യാവശ്യം നല്ല സ്പേസസ് ഉള്ള ഒരു തേർഡ് റോ. അത്യാവശ്യം ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ AC കൺട്രോളിങ് യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറും നമുക്കിവിടെ കാണാൻ സാധിക്കും. റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം സ്പേസുള്ള ഒരു തേർഡ് റോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഓക്കെയാണ് പറയാൻ സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു തേർഡ് റോ വരുന്നത്. അത് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ വിഷ്വലി കണ്ടോ അത്യാവശ്യം നല്ല വലിയൊരു സീപ്പില്ല വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുക. സോ ഇതാണ് ഇതിൻ്റെ ഒരു തേർഡ് റോ വരുന്നത്. നേരെ ഇറങ്ങി ഇതിൻ്റെ ഡ്രൈവിംഗ് ആബി കണ്ടിട്ട് വരാം. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കീ എന്ന് കണ്ടു തുടങ്ങാം. സോ ഈ ഒരു VXi വേരിയൻറ്റിൽ ഒരു മാനുവൽ കീ ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മളിത് ടോപ്പിൻ്റെ മോഡൽ പോകുന്ന സമയത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതിൻ്റെ റിക്കോസൻസ് ബട്ടൺ ഇവിടെ വരുന്നതാണ്. സോ ഈ ഒരു കീയിൽ വന്നിട്ടുള്ളത് ലോക്കും അൺലോക്കും ഒരു ബേസിക് കീ ആണ് ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നേരെ ഇൻറ്റീരിയറിലോട്ട് പോവാം. വാവ്. സോ ബേസ് മോഡൽ മുതൽ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലോക്ക് അൺലോക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. സോ ഇനി നേരെ നമുക്ക് അകത്തോട്ടിരിക്കാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡാഷ്ബോർഡ് വ്യൂ എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കീ ഇൻസേർട്ട് ചെയ്യാം. വാവ്. നമ്മൾ സുസുക്കിയിൽ കണ്ടെന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് സെറിയുമ്പോൾ കൺട്രോൾസും കാണാൻ സാധിക്കും. മീഡിയ കൺട്രോൾ ബട്ടൺസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൈപ്പർ കൺട്രോളും ഹെഡ് ലാമ്പ് കൺട്രോളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്വിച്ചുകൾ കൊടുക്കുന്നുണ്ട്. റിയർ AC ഓൺ ഓഫ്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അതുപോലെ തന്നെ ട്രാഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കാണാൻ സാധിക്കും. പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമ്മുടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു AC വെൻറ്റ് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ മീറ്റർ കൺസോൾ തീമും കാര്യങ്ങൾക്ക് അത്യാവശ്യം സ്പോർട്ടി ഫീലാണ് ഇതിൻ്റെ തീംസ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ ഇനി നമ്മൾ നേരെ ഡാഷ്ബോർഡിൽ പോവുകയാണെങ്കിൽ ഇൻഫോടൈം സിസ്റ്റം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോർമൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വേരിയൻറ്റിൽ വന്നുള്ളത്. സോ ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, മാനുവലി AC കൺട്രോളിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ താഴോട്ട് പോവുകയാണെങ്കിൽ 12 വാട്ടിന് ചാർജിങ് സോക്കറ്റ് കാണാൻ സാധിക്കും. പിന്നെ ഒരു ഓക്സ് കേബിളും ഒരു USB പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആണ് വന്നുള്ളത്. നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സും കാണാൻ സാധിക്കും. പിന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കൊടുത്തത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. ഒരു ഹാൻഡ് റെസ്റ്റ് സ്ലൈഡബിൾ ഹാൻഡ് റെസ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സ് അത്യാവശ്യം സ്പേസസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ നമുക്കിവിടെ കണ്ട ഒരു തീമൊക്കെ അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് നിൽക്കുന്ന തീമാണ്. അവിടെ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് ഈ ഒരു തീം കാണുന്ന സമയത്ത്. സോ നേരെ സെൻട്രോട്ട് പോകുകയാണെങ്കിൽ റിയറും മിറർ കൊടുത്തിട്ടുണ്ട്. മാനുവലി ഡിമ്മാണ് റിയർ വ്യൂ മിറേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സൺഷെയ്ഡ് പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. റീഡിങ് ലാമ്പും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ടും അത്യാവശ്യം ഫീച്ചേഴ്സ് ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എൻട്രി ലെവൽ MPV സെഗ്മെൻറ്റിലൊരു വെഹിക്കിളാണ്. സോ ഈ ഒരു എർട്ടിഗ നമുക്ക് പറയാൻ സാധിക്കും. സോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് പേര് നല്ല അഭിപ്രായം തരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു എർട്ടിഗ. ഒരുപാട് കാലമായിട്ട് നമ്മൾ റോഡുകൾ കാണുന്ന ഒരു മോഡലാണ് ഈ ഒരു എർട്ടിഗ MPV വെഹിക്കിൾ എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് എൻജിൻ സ്പെസിഫിക്കേഷൻസ് കണ്ടിട്ട് വരാം. സോ എർട്ടിഗയുടെ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.5 ലിറ്റർ 4 സിലിണ്ടർ എൻജിനാണ് ഈ ഒരു എർട്ടിഗ കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് 103 bhp പവറും 136 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ ഒരു
വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു കാല് കൊടുത്ത് പോകാനും ചെറിയ പെർഫോമൻസും ഈ ഒരു വെഹിക്കിൾ തരുന്നതാണ്. സ്മാർട്ട് ഹൈബ്രിഡ് കാരണം അത്യാവശ്യം മൈലേജും നമുക്കിത് ലഭിക്കുന്നതാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു എൻജിൻ പേ എന്നുള്ളത്. ഫുള്ള് പാക്ഡ് ആയിട്ടുള്ള എൻജിൻ കേട്ടോ. കണ്ടോ, ഭയങ്കര നീറ്റിലാണ് ഈ ഒരു എൻജിൻ പേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാവ്, നമുക്ക് ഇൻസ്റ്റലേഷൻ കാരൊക്കെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എൻജിൻ പേ വരുന്നത്. സോ ഫൈനലി ഇതാണ് എർട്ടിഗ VXi വാല്യൂ ഫോർ മണി വേരിയൻറ്റിൽ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നിങ്ങൾക്കൊരു പേഴ്സണലി ഒരു വെഹിക്കിൾ വെറുത്താണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ചെറിയൊരു ബ്രേക്ക്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.